നിങ്ങളുടെ സ്വപ്ന ഭവനം എന്ന ആഗ്രഹം ഇനി സഫലമാവാൻ പോവുകയാണ്. അതിനായിട്ട് ഗവൺമെന്റ് 4 ലക്ഷം രൂപ സബ്സിഡി നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതെ, മുമ്പ് ഏറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന. അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 എന്ന പേരിൽ. ഭവന വായ്പയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സിഡി ലഭിക്കുന്നു. മാത്രമല്ല പലിശ ഇനത്തിൽ ധാരാളം ഇളവുകൾ ലഭിക്കുന്നു ഈ സ്കീം പ്രകാരം. അതുകൊണ്ട് തന്നെ സ്വപ്ന ഭവനം എന്ന ആഗ്രഹം ഇനി വെറുമൊരു ആഗ്രഹമല്ല, അത് യാഥാർത്ഥ്യമാകാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആർക്കൊക്കെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വീടുകൾ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ സഹായിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് PMAYU 2.0 എന്ന് പറയാം. ഇത് 2024 ആരംഭിച്ചത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അർബൻ ഏരിയകളിൽ, അതായത് പട്ടണ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വീട്, അതായത് സിമന്റും കല്ലും മണ്ണും ഉപയോഗിച്ചുകൊണ്ടുള്ള വീടുകൾ, ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ PUCCA ഹൗസസ് ഉണ്ടാക്കിയെടുക്കാൻ അവരെ സഹായിക്കുക, അവർക്ക് സാമ്പത്തികമായി സഹായം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചത്. എന്താണ് PUCCA ഹൗസസ് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും. ചുവരുകളും അതുപോലെ തന്നെ മേൽക്കൂരയും ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കുന്ന തരത്തിൽ പെർമനന്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വീടുകളെയാണ് PUCCA ഹൗസസ് എന്ന് പറയുന്നത്. അതായത് കല്ലുകൾ, കോൺക്രീറ്റ്, മെറ്റലുകൾ എന്നീ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾ. 2029 1 കോടിയിലധികം വീടുകൾ ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0യുടെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് EWS സെക്ഷനിൽ വരുന്ന ആളുകൾ, അതായത് ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ. അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് LIG, അതായത് ലോവർ ഇൻകം ഗ്രൂപ്പ്, അതായത് കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ. മറ്റൊരു ഗ്രൂപ്പ് MIG, മിഡിൽ ഇൻകം ഗ്രൂപ്പ്, അതായത് ഇടത്തരം വരുമാനമുള്ള ആളുകൾ. ഇത്തരത്തിൽ 3 കാറ്റഗറിയിലുള്ള ആളുകളെ ലക്ഷ്യം വച്ചാണ് ഈ ഒരു സ്കീം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉള്ളത്. സോ നിങ്ങളുടെ പ്രതിവർഷ വരുമാനം 2.5 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ കാറ്റഗറി നമുക്ക് കാണാം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 3 ലക്ഷം രൂപ വരെ പ്രതിവർഷ വരുമാനം ഉണ്ടെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ഒരു കാറ്റഗറി ലോവർ ഇൻകം ഗ്രൂപ്പ്, കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക് 3 ലക്ഷം മുതൽ 6 ലക്ഷം വരുമാനം വരെയാണ് പ്രതിവർഷം വേണ്ടത്. അങ്ങനെ 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാണ് പ്രതിവർഷം നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇടത്തരം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്ക് 6 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെയാണ് പ്രതിവർഷ വരുമാനം വേണ്ടത്. സോ നിങ്ങളുടെ പ്രതിവർഷ വരുമാനം 9 ലക്ഷമോ അതിൽ കുറവോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാം, സബ്സിഡിയും ലഭിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വീട് ഉണ്ടെങ്കിൽ, അത് PUCCA കാറ്റഗറിയിൽ വരുന്ന ഒരു വീട് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് വീണ്ടും ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അതായത് ഈ ഒരു സ്കീം ആദ്യമായിട്ട് വീട് വെക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എത്ര ലോണാണ് നമുക്ക് ഈ ഒരു സ്കീം പ്രകാരം ലഭ്യമാകുന്നത് എന്നാണ്. നമുക്ക് ക്വിക്കായിട്ട് അതിന്റെ ബ്രേക്ക് ഡൗൺ പരിശോധിക്കാം. എലിജിബിൾ ആയിട്ടുള്ള മാക്സിമം ലോൺ എമൗണ്ട് 25 ലക്ഷം രൂപ, വീടിന്റെ മാക്സിമം വാല്യൂ 35 ലക്ഷം രൂപ, മൊത്തം കാർപ്പറ്റ് ഏരിയ 120 സ്ക്വയർ മീറ്റേഴ്സ് ആയിരിക്കണം. അതുകൂടാതെ നഗരപ്രദേശങ്ങളിൽ വീട് വയ്ക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു സ്കീം പ്രകാരം ലോൺ ലഭ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ സബ്സിഡി ലഭ്യമാവുകയുള്ളൂ. ഈ നഗരപ്രദേശങ്ങൾ 2011 ടൗൺ സെൻസസ് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ബേസിക്കലി ഈ കാര്യങ്ങൾ എൻഷോർ ചെയ്യുന്നത് വീടുകൾ അഫോർഡബിൾ ആയിരിക്കും, അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് താമസിക്കാൻ, അതായത് മിനിമം സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്കീം പ്രകാരം പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ആണ്, അതായത് പലിശ നിരക്കിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്. അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവ എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറിയിൽ വരുന്ന ആളുകൾ, അതായത് EWS, LIG, MIG, ഇവർക്ക് ഭവന വായ്പയുടെ ആദ്യത്തെ 8 ലക്ഷം രൂപയ്ക്ക് 4% സബ്സിഡി ലഭിക്കുന്നു. അതായത് മൊത്തം ഇൻട്രസ്റ്റ് പേയ്മെന്റിനകത്ത് 1.8 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുന്ന ലോൺ 12 ലക്ഷം രൂപയാണെങ്കിൽ അതിലെ ആദ്യത്തെ 8 ലക്ഷം രൂപയ്ക്ക് സബ്സിഡി ലഭിക്കുന്നു. നിങ്ങൾക്കത് ചെറിയ എമൗണ്ട് ആണ് എന്ന് തോന്നുമെങ്കിൽ പോലും അത് നിങ്ങളുടെ ടോട്ടൽ EMIയിൽ വലിയൊരു മാറ്റം തന്നെ, അല്ലെങ്കിൽ വലിയൊരു കുറവ് തന്നെ വരുത്തുന്നു. അതായത് നിങ്ങൾ അടക്കുന്ന ടോട്ടൽ എമൗണ്ട് മാർജിനിൽ നിന്നും വലിയൊരു ഡിസ്കൗണ്ട് ഈ ഒരു സബ്സിഡിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ്. അത് മാത്രമല്ല വീടിന്റെ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കലുകൾക്ക് അഡീഷണൽ സബ്സിഡിയും ലഭ്യമാണ്. ഇത് 2 സെക്ഷനായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് BLC,
അതായത് ബെനിഫിഷ്യറി നെറ്റ് കൺസ്ട്രക്ഷൻ, രണ്ടാമത്തേത് AHP അഥവാ അഫോർഡബിൾ ഹൗസിംഗ് പാർട്ട്ണർഷിപ്പ്. ഇത് 1.5 ലക്ഷം രൂപ എക്സ്ട്രാ സബ്സിഡി ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. അതായത് മൊത്തം 3 മുതൽ 4 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 സ്കീമിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇനി ആദ്യം ചെയ്യേണ്ടത് ഒരു ഓതറൈസ്ഡ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലോൺ എടുക്കുന്ന ബാങ്കുകൾ, ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, HDFC, SBI അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുകൾ. അതിനുശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന ഡോക്യുമെന്റ് ഫിൽ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. അതായത് ആധാർ കാർഡ്, ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, അതിനുശേഷം അംഗീകരിച്ച ഹൗസ് പ്ലാൻ എന്നിവ സബ്മിറ്റ് ചെയ്യുക. ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് സബ്സിഡി ഒന്നുകിൽ ഡയറക്ട്ലി ക്രെഡിറ്റ് ആവും, അതല്ലെങ്കിൽ ഈ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടുമായി അഡ്ജസ്റ്റ് ആവും. അങ്ങനെ അഡ്ജസ്റ്റ് ആവുന്നത് വഴി നിങ്ങളുടെ EMI തുടക്കം തൊട്ടേ കുറവായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനൽ വഴി മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട സ്കാമുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്കാമുകളിൽ പെടാതെ വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ വഴിയോ നിങ്ങൾ ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ വെച്ച് ഈ ഒരു കാര്യങ്ങൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രതിവർഷം 2.7 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു കുടുംബം 8 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങുന്നു. അതിൽ 6 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു എന്നിരിക്കട്ടെ. അവർക്ക് 1.8 ലക്ഷം രൂപ ഇൻട്രസ്റ്റിൽ സബ്സിഡി ലഭിക്കുന്നു. അത് മാത്രമല്ല 1.5 ലക്ഷം രൂപ ഡയറക്റ്റ് കൺസ്ട്രക്ഷൻ സബ്സിഡിയായും ലഭിക്കുന്നു. സോ മൊത്തം ബെനിഫിറ്റ് ഇവിടെ എത്രയാണ്? 3,30,000 രൂപ. അതായത് മൊത്തം വീടിന്റെ വാല്യൂവിന്റെ 40% ഗവൺമെന്റ് സബ്സിഡിയായി മാറിക്കഴിഞ്ഞു. ഇത് ഒരു EWS ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ഒരു ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ഒരു എക്സാമ്പിൾ നമ്മൾ LIGയുടെ കാര്യത്തിലാണ് നോക്കുന്നത്. അതായത് ലോവർ ഇൻകം ഗ്രൂപ്പ്. ഇവരുടെ ഫാമിലിയുടെ ഇൻകം പ്രതിവർഷം 4.5 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. എടുക്കാൻ പോകുന്ന വീടിന്റെ മൊത്തം വാല്യൂ 15 ലക്ഷം രൂപ. അതിൽ 12 ലക്ഷം രൂപ ലോൺ ആയിട്ട് എടുക്കുന്നു. അവർക്കും സെയിം ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്. അതായത് 1.8 ലക്ഷം രൂപ പലിശയിനത്തിൽ സബ്സിഡിയായും ബാക്കി 1.5 ലക്ഷം രൂപ ഡയറക്റ്റ് സബ്സിഡിയായും ലഭിക്കുന്നു. മൊത്തം ബെനിഫിറ്റ് 3.3 ലക്ഷം രൂപ. ഇനി ഒരു MIG ഫാമിലി, ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവരുടെ മൊത്തം പ്രതിവർഷ വരുമാനം 8 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. വീടിന്റെ മൊത്തം കോസ്റ്റ് 30 ലക്ഷം രൂപ. അതിൽ 20 ലക്ഷം രൂപ ലോൺ ആയിട്ട് എടുക്കുന്നു. അവർക്ക് 1.8 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കുന്നു. മാത്രമല്ല 1.5 ലക്ഷം രൂപ അഡീഷണൽ സപ്പോർട്ടായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. സോ ടോട്ടൽ 4 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്നു. സോ നിങ്ങളൊരു ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഗവൺമെന്റ് സ്കീം ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്ന ഭവനം പടുത്തുയർത്താം. ഇത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മൊത്തത്തിൽ സംസാരിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു ടേബിളിന്റെ രൂപത്തിൽ അത് മനസ്സിലാക്കാം. സോ ലോണിന് അർഹതപ്പെട്ട ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് EWS, ഒന്ന് LIG, ഒന്ന് MIG. മാക്സിമം ലോൺ എമൗണ്ട് 25 ലക്ഷം രൂപയും വീടിന്റെ മാക്സിമം വാല്യൂ 35 ലക്ഷം രൂപയും ആയിരിക്കും. ഇവിടെ സബ്സിഡി ലഭിക്കുന്നത് 8 ലക്ഷം രൂപ ലോണിന് 4% എന്ന നിരക്കിലാണ്. മാക്സിമം സബ്സിഡി 1.8 ലക്ഷം രൂപയായിരിക്കും. DLC AHPയിൽ വരുന്ന എക്സ്ട്രാ സബ്സിഡി 1.5 ലക്ഷം രൂപ വരെ ആയിരിക്കും. ടോട്ടൽ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത് 3.4 ലക്ഷം രൂപയാണ്. പ്രധാനപ്പെട്ട കണ്ടീഷൻ ഓൾറെഡി ഒരു PUCCA സെക്ഷനിൽ വരുന്ന വീട് ഉണ്ടാവാൻ പാടില്ല. സോ നിങ്ങൾക്കൊരു വീട് ഇതുവരെ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ച അവസരം. നിങ്ങൾക്ക് സബ്സിഡി ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട് വെക്കാൻ സാധ്യമാണ്. അതുപോലെ തന്നെ പലിശയുടെ അമിതമായ ഭാരവും ഇവിടെ ഉണ്ടാകുന്നില്ല. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.